നാഷണൽ ഹൈവേൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് ULCCൻ്റെ ഫസ്റ്റത്തെ റീച്ചായ തലപ്പാടി ടു ഇന്ദിരാനഗർ ചെറുക്കള ഫസ്റ്റത്തെ റീച്ചിൻ്റെ അവസാന ഭാഗമാണിത്. അവർ ഈ സൈഡ് മൊത്തം ലൈനൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് മൂന്ന് വരി ലൈനും അപ്പുറത്ത് എക്സ്ട്രാ ലൈനും അങ്ങ് ആ കാണുന്ന ആ ലൈന് കാണുന്ന അതുവരെ ഉണ്ട്. ആ കാണുന്നില്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി അടുത്ത കൺസ്ട്രക്ഷൻ വർക്കിൻ്റെതാണ്. മാഗിയാണെന്ന് തോന്നുന്നു സെക്കൻഡ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഏതായാലും ULCC എന്താക്കിയിട്ടുണ്ട്, അവരെ പണി കഴിഞ്ഞിട്ട് അവിടെ വരെ ലൈനിട്ട് വെച്ച്. ഇത് അങ്ങോട്ട് കണ്ണൂർ സൈഡ്, കാസർഗോഡ് നിന്ന് കണ്ണൂർ പോകുന്ന റൂട്ടാണ് ഇത്. ഈ സൈഡ് അപ്പുറത്തെ സൈഡ് അവർ ലൈനിടാൻ തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആണ്. അതിൻ്റെ നേരെ ഇവരെ ഈ റീച്ച് കഴിയുന്ന അതുവരെ കറക്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് നോക്കിയിട്ട് അവർ ലൈനിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആ ലൈനിട്ടതിൻ്റെ അപ്പുറത്ത് അടുത്ത കൺസ്ട്രക്ഷൻ്റെ അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്, പാലവും. പിന്നെ അവിടെ ഒരു സ്കൂളുണ്ട്, അതിൻ്റെ ഇടയിൽ അണ്ടർപാസൊക്കെ ആയിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ആയതാണെന്ന് തോന്നുന്നു. അതെല്ലാം സമരമാക്കിയതുകൊണ്ട് അവിടെ നടക്കാതെ കിട്ടിയെന്ന് തോന്നുന്നു. എന്തോന്ന് സംഭവം ഉണ്ട് അവിടെ, എനിക്ക് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ പണി നടക്കുകയാണ്. ഇവരെന്തായാലും ULCC എന്തായാലും അവരെ പണി കഴിഞ്ഞ് അവർ ലൈനിട്ട് ഇപ്പുറ സൈഡ് ലൈൻ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് വേണ്ട, ഇങ്ങനെയാണ് സാധാരണ ഉള്ളതുപോലെ തന്നെ അതിൽ പെയിൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ നടക്കുന്നു. ഇത് ഇവർ ഒരു വള്ളി വെച്ചിട്ട് ഒരു കയറ് വെച്ചിട്ട് കറക്റ്റ് സൈസ് പിടിച്ചിട്ട് അതിലൂടെ ആ ലൈന് കറക്റ്റ് നോക്കിയിട്ട് അതിലൂടെ ഇങ്ങനെ കറക്റ്റ് പെയിൻറ്റും കൊണ്ട് നടക്കുന്നു. എന്തായാലും പണികളൊക്കെ ഉഷാറായി നടക്കട്ടെ. ഞാൻ നിൽക്കുന്നുള്ളത് ഈ സൈഡ് വണ്ടിയൊന്നും വരാനില്ല. കാരണം അവിടെ ഒരു ഇത് കണ്ട, കണ്ടെയ്നർ കണ്ട, അവിടുന്ന് അങ്ങോട്ട് ഇതാണ് ഡൈവേഷനാണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡ് പണി നടക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടില്ല, അതുവരെ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ ULCC അവർ പണിക്ക് അവർ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആക്കി വെച്ച്. ഏതായാലും ഇപ്പോൾ നല്ല രസമുണ്ട്. ഇനി കാസർഗോഡ് ടൗണിൽ ഒരു പാലത്തിൻ്റെ കുറച്ച് വർക്കുകളോട് ബാക്കിയുണ്ട്. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഫസ്റ്റ് റീച്ച് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പക്ഷേ പാലത്തിൻ്റെ ഒരു സൈഡ് പാലവും അങ്ങനെയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യമൊക്കെ പണികൾ തീർന്നിട്ടുണ്ട്. പിന്നെ ഈ റോഡായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഒരു കുന്തം അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വീഡിയോ മറ്റും ചെയ്യാറില്ല. പക്ഷേ ഇതിപ്പോൾ എൻ്റെ നാടാണ്, എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചെയ്യണ്ടേ, അപ്പോഴൊരു രസമുള്ളൂ. ഇപ്പം നല്ല ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ പേടിയെന്ന് വെച്ചാലേ ഒരു 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 കൺട്രോളും ഇല്ലാതെ അത്ര ഹൈ സ്പീഡിലാണ് മിക്കവാറും വണ്ടികളും പോകുന്നുള്ളത്. അതാണെങ്കിലോ നല്ല കട്ടാക്കിയിട്ടും എന്നുവെച്ചാൽ ഫുൾ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ ഒരു സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിച്ച് പിടിച്ചാണ് എല്ലാവരും പോകുന്നുള്ളത്. ആ ഒരു നല്ല ഡേഞ്ചറുണ്ട്. ഗാലക്സി ഉണ്ട് ഇവിടെ, പുതിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ആസ്റ്റർ മിംസിൻ്റെതാണെന്ന് തോന്നുന്നു. അവിടെ ഹ്യുണ്ടായിൻ്റെ ഷോറൂം. പിന്നെ ഈ ബസ്സിൻ്റെ അപ്പുറ സൈഡ് മറ്റേ സുസുക്കിൻ്റെ ഷോറൂമുണ്ട്. അങ്ങ് ദൂരെ അവിടെ മറ്റേ സ്കോഡൻ്റെ വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വോക്സ് വാഗൻ്റെ ഷോറൂമുണ്ട്. ഇങ്ങനെ ഇത് ചെർക്കള ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല, 1.5 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലമാണിത്. ഇപ്പോൾ ലൈൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ ഇത്രയുടെയും ഓപ്പൺ ആയിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഹൈവേയിൽ അങ്ങ് കയറി പോയിരുന്നു സർവീസ് റോഡിൽ നിന്ന്. ഇപ്പോൾ ഇതാ ഈ റോഡ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ലൈൻ ഇടാൻ തുടങ്ങും. ലൈൻ ഇടാൻ തുടങ്ങല്ലേ. മിക്കവാറും ലാസ്റ്റ് വണ്ടികളായിരിക്കും പോയത്. അവരടുത്ത് സാധനം കഴിഞ്ഞ് അപ്പുറത്ത് അടുപ്പിച്ച് വെച്ചിട്ട് ഇവിടെ സാധനം കഴിഞ്ഞ് എന്നിട്ട് ഇവിടെ നിന്ന് അവരടുത്ത് സ്റ്റേക്കാണ് കുറച്ച് ലോങ് വെച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്ന കണ്ടപ്പോൾ അതും കൂടെ ചെയ്ത് അപ്പുറത്ത് ഓപ്പൺ ആക്കിയാ. അപ്പുറ സൈഡ് ആരോ ഓപ്പൺ ആക്കിയിട്ട് ഇവർക്ക് നല്ല പണി കിട്ടുമല്ലോ. ഇപ്പോൾ അവിടെ ക്ലോസ് ആക്കിയ ഏരിയ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അല്ല എന്തോ സംഭവം ഉണ്ട്. ദാദാ അവർ ചൂടാകുന്നുണ്ട്. വരുന്ന ആൾക്കാരോട് ചൂടാണ്. വരുന്ന ദാദാ എഞ്ചിനീയറാണെന്ന് തോന്നുന്നു. അയാൾ ചൂടാന്ന് എല്ലാവരോടും.
പക്ഷേ ഈ ലാസ്റ്റിലുള്ളൊരു ലൈൻ ഇവരെപ്പോട്ടെന്ന് അറിയില്ല. അത് ഇന്ന് രാവിലെ വരുമ്പോഴേ ഈ ലൈൻ ഇവിടെ തന്നെ കാണുന്നുണ്ട്.